ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലെക്സ് പ്ലേയിലാണ്. നമ്മുടെ ലെക്സ് പ്ലേയിൽ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ സെറ്റ് ആക്കണം. അപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഏരിയ എന്തായാലും സെറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് സ്ഥലം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത ലൈവിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിനാദ്യം കുറച്ച് വുഡ് എടുക്കണം. കുറച്ച് സ്പ്രൂസിൻ്റെ വുഡ് മതിയാകും. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡിസൈൻ മതി നമ്മുടെ പൊക്കത്ത്. പിന്നെ അടിയിലായിട്ടായിരിക്കും നമ്മുടെ ഇത് തന്നെ സ്റ്റോറേജ് ഏരിയ തന്നെ. ഏകദേശം ഇവിടെ നമുക്ക് പണിയാം. എന്തായാലും വുഡ് എടുക്കാൻ നമുക്ക് പോവാം. അപ്പം ബ്രീഡർ എന്തായാലും ഇവിടെ വർക്കാണുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്ത സ്ഥലത്ത് തന്നെ എന്തായാലും ബിൽഡ് ചെയ്യാം. അപ്പം അവിടെ ബിൽഡ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് എന്തായാലും നമുക്ക് ബിൽഡ് ചെയ്യാം. ഇവിടെ കുറച്ച് ക്ലിയറായി കിടക്കണുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരെന്തായാലും പോയി കാണുക. കഴിഞ്ഞാൽ നമ്മളെന്തായാലും ട്രേഡിംഗ് ഹാളായിരുന്നു ബിൽഡ് ചെയ്തത്. എന്തായാലും നമ്മൾ വില്ലേജസിനൊക്കെ ജോബ് അങ്ങനെ കൊടുത്ത് വലിയാണ് ഗൈസ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട്. അപ്പോൾ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാത്തവർ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എന്തായാലും ഇവിടെ വുഡ് ഇരിക്കുന്നുണ്ട്. നമുക്ക് അത് എടുക്കണം. സ്പ്രൂസിൻ്റെ വുഡ് 40 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബും കൂടി ചെയ്തേക്കുക. റോറ്റ് 2K സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ് അടിക്കണം. നമുക്കിത് അത്യാവശ്യം ഒരു ചെറിയ ബിൽഡ് മതിയായിരിക്കും ഗൈസ്. അധികം വലുതാക്കണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ നമ്മൾ ഇത് എക്സ്പ്ലോ ഭയങ്കര ലാഗായിട്ടാണ് പോകണമെന്ന് എനിക്ക് തോന്നണത്. നമുക്കിപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഡയമണ്ട് ആർമറൊന്നും ആയിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ സെറ്റാക്കാം. പിന്നെ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അയൺ ഫാം ബിൽഡ് ചെയ്തില്ല ഞാൻ. എന്തായാലും അത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയായത് കാരണം ഞാൻ പെട്ടെന്ന് ഓർത്ത് സ്റ്റോറേജ് ഏരിയ നമുക്ക് ഫസ്റ്റ് സെറ്റാക്കാമെന്ന് ഓർത്ത് അത് ഇനി അയൺ ഫാം സെറ്റാക്കാം. എന്തായാലും അയൺ ഫാമിൽ എന്തായാലും റിസോഴ്സൊക്കെ എന്തായാലും നമുക്ക് ലൈവ് ഗ്രൈൻഡ് ചെയ്യാം കഴിച്ച്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എന്തായാലും ഒരു എഫിഷ്യൻറ്റ് അയൺ ഫാം തന്നെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. നമ്മളെ എന്തായാലും സ്റ്റോറേജ് ഏരിയ ബിൽഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളെന്തായാലും ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ പരിപാടിയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ച് ഏരിയ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൂട്ട്സൊക്കെ ഈ ചെസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് കോബിൾ സ്റ്റോണും അങ്ങനത്തെ കുറേ ഗ്രാനൈറ്റ് അങ്ങനെ സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ചെസ്റ്റ് വെച്ച് തുടങ്ങാം. അപ്പോൾ ഇവിടുന്ന് 2 ബ്ലോക്ക് മാറ്റി ഇങ്ങനെ 2 ചെസ്റ്റ് വെക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം ഒരു സ്റ്റോറേജ് ആയിട്ട് സെറ്റ് ആക്കണത്. അപ്പോൾ അടിയിൽ നമുക്ക് മറ്റേ ആ ഐറ്റംസൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു ഇത് സെറ്റ് ആക്കണം. പേരെന്തായാലും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കിയിട്ട് പറയാം ഗൈസ്. അപ്പോൾ ഈ ഓർഡറിലായിരിക്കും നമ്മളിനി ഫ്രണ്ടിലായിട്ടും വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെ കുറച്ചുകൂടി വലുതാക്കി നമുക്ക് സെറ്റാക്കാം സ്റ്റോറേജ് ഏരിയ. അത്യാവശ്യം വലിയ സ്റ്റോറേജ് ഏരിയ ആയിരിക്കും തോന്നണം ഇത്. നമുക്ക് വുഡ് കുറച്ച് പോകുമെങ്കിലും കുഴപ്പമില്ല ഗൈസ്. നമ്മളെ റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്യാൻ എന്തായാലും നല്ലൊരു സ്റ്റോറേജ് ആയിട്ട് സെറ്റാക്കണം. പിന്നെ ഇവിടുത്തെ ഇപ്പോഴേ നമ്മളൊന്ന് പുറകിലത്തെ വാളൊന്നും സെറ്റാക്കുന്നില്ല. എന്തായാലും പിന്നെ ഓരോ ലൈവ് ചെയ്യാൻ ഗൈസ്, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് ലെങ്ത് ഭയങ്കര കൂടും. അതാണ് ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചെയ്യാത്തത്. മിക്ക ലൈവിലാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മുടെ ജസ്റ്റ് എന്തായാലും തീർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുത്തു ഗൈസ് ഇത് ഇവിടെ മൈൻഡ് ചെയ്തെടുക്കാൻ. നമ്മുടെ ബീക്കണൊക്കെ ഉണ്ടായതായി പെട്ടെന്ന് സെറ്റായേനെ. പക്ഷേ ബീക്കണിൻ്റെ ആ സ്റ്റാർ പോലത്തെ ആ സാധനം കിട്ടണമെങ്കിൽ എന്തായാലും വിതറിനെ കൊല്ലേണ്ടി വരും. അതെന്തായാലും ഇപ്പോൾ നമുക്ക് നടക്കാത്തതുകൊണ്ട് നമുക്ക് ഇത് തന്നെ സാധാ പിക്കാക്സ് വെച്ച് തന്നെയാണ് ഞാൻ മൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡയമണ്ട് എന്തായാലും നമ്മുടെ ബേസ് ഇരിക്കണുണ്ട്. ഞാൻ പിന്നെ ഡയമണ്ട് പിക്കാക്സ് ബിൽഡ് ചെയ്തില്ല, ക്രാഫ്റ്റ് ചെയ്തില്ല. അപ്പോൾ കുറച്ച് 2-3 അയൺ പിക്കാക്സ് വേണ്ടി വന്നു. പക്ഷേ എന്നാലും സീനിലെ കേസ് നമ്മുടെ അയൺ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതായി. പക്ഷേ നമ്മുടെ അയണൊക്കെ തീർന്ന് വരിക. നമുക്ക് ഒട്ടന്നെ ഒരു അയൺ ഫാം സെറ്റ് ആക്കണം. അപ്പോൾ നമ്മുടെ ബാക്കി ചെസ്റ്റും കൂടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി ചെസ്റ്റും കൂടി നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കൂടി വെച്ചിട്ട് വേറെ പരിപാടി നോക്കാം ഗൈസ്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ എല്ലാ ദിവസത്തെ പോലെ ഇന്ന് ലൈവ് വരും. അപ്പോൾ മാക്സിമം പേരൊന്ന് അതൊന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് ലൈവിന് അത്ര വ്യൂസ് ഇല്ല, ഇപ്പോഴേ ഇടുന്ന വീഡിയോസിനും അധികം വ്യൂസ് ഇല്ല. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. മിക്കവരും ചിലപ്പോൾ ഞാൻ ചാനൽ ഡൗൺ ആയി പോയെന്ന് ഓർത്ത് കാണും. നമ്മുടെ പഴയ വീഡിയോസിൻ്റെ അത്രയൊന്നും വ്യൂസ് ഇപ്പോൾ കിട്ടുന്നില്ല പുതിയ വീഡിയോസിനൊന്നും. കുറേ പഴയ വീഡിയോസ് ഞാൻ എന്തായാലും പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. അതെന്തായാലും നമുക്കത് അങ്ങനെ കിടക്കട്ടെ ഗൈസ്. അത് പിന്നെ എപ്പോഴെങ്കിലും മാറ്റാം. കുറേ വീഡിയോസിൻ്റെയൊക്കെ തംബ്നെയിൽസ് എന്തായാലും ഷോക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കണം. പുതിയത് എന്തായാലും സെറ്റാക്കി എടുത്തിട്ട് അത് പ്രൈവറ്റിൽ നിന്ന് മാറ്റി എന്തായാലും ഞാൻ ഇടും ഗൈസ്. അപ്പോൾ അതിലെൻ്റെ വോയിസ് ഭയങ്കര ചെറുപ്പത്തിലെ വോയിസ് ആണെന്ന് തോന്നുന്നത്. ഏകദേശം ഒരു 3 years മുമ്പ് തുടങ്ങിയതാണെന്ന് തോന്നുന്നു ചാനൽ. 2023 എന്തോ ആയിരുന്നു തോന്നുന്നു തുടങ്ങിയത്. അപ്പോൾ ആ സമയത്തുള്ള വോയിസ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു കുഞ്ഞു ചെറുക്കൻ്റെ വോയിസാണ്. അപ്പോൾ അത് എന്തായാലും സെറ്റാക്കി എടുക്കണം ആ വീഡിയോസൊക്കെ. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റേ ആ സാധനം താഴെ വെക്കാനുള്ള ഓരോ ഐറ്റംസ് ആ ചെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാനുള്ള പ്ലേസ് ആണ് ഗൈസ്. അതിൻ്റെ പേരെന്തായാലും എനിക്ക് അറിഞ്ഞൂടാ. അത് നമുക്ക് ലെതർ വേണം, പിന്നെ കുറച്ച് സ്റ്റിക്കും വേണം. അത് നമുക്ക് എന്തായാലും ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നൈറ്റ് ആകുന്നുണ്ട്. നമുക്കൊന്ന് നൈസ് സ്ലീപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ആ ചെസ്റ്റ്, ആ ബ്രീഡറിൻ്റെ അവിടുത്തെ ഉള്ള ചെസ്റ്റിലുണ്ടാകുന്ന നോക്കാം. അവിടെ കാണുമായിരിക്കും, 2-3 കാണുമായിരിക്കും. നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ ഇല്ല, ഇവിടെ ഒരെണ്ണം പോലും ഇല്ല. നമ്മളപ്പോൾ ട്രേഡിംഗ് ഹാളിൽ നോക്കാം. ട്രേഡിംഗ് ഹാളിൻ്റെ പണി എന്തായാലും കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് ഏരിയ അതിൻ്റെ ബാക്കിലായിട്ട് പണിയായിരുന്നു, പക്ഷെ അത് വേണ്ട ഗൈസ്. അത് രണ്ടും കൂടി ഒന്നിച്ചാൽ ഷോക്കാകും. നമുക്ക് മാക്സിമം ബിൽഡ് നമ്മുടെ ഈ വേൾഡിൽ കൊണ്ടുവരേണ്ടതാണ്, ലെക്സ് പ്ലേ വേൾഡിൽ. അപ്പോൾ ഇതിൻ്റെ അത് 2 ലെതർ ഉണ്ട്. അപ്പോൾ ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്, ഐറ്റം ഫ്രെയിം എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ കുറച്ച് സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഉണ്ട് നമ്മുടെ കൈ. ഇവിടെ കുറച്ച് എമറാൾഡ്സ് വെച്ചിട്ടുള്ളത് ഞാൻ ഇന്നത്തെ ലൈവിൽ ഗ്രൈൻഡ് ചെയ്തതാണ്. അധികം നേരം ഒന്നും ലൈവ് ഇട്ടില്ല ഗൈസ്. ഒരു 50 minutes or 40 minutes ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ ട്രീ ഹൗസിൽ കൂടി പോയി നോക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ട്രീ ഹൗസ് കുറച്ച് ഷോക്കാകുമ്പോൾ പ്രീഫർ ഗൈസ്. ഈ ട്രീ ഹൗസ് കുറച്ച് ഷോക്കാണ് തോന്നുന്നത്. ട്രീനെക്കാളും വലുതാണ് ഹൗസ്. അപ്പോൾ എന്തായാലും അത് നമുക്ക് എന്തായാലും വേറൊരു വീട് സെറ്റാക്കാം ഗൈസ്. ഇത് എന്തായാലും നമുക്കത് പൊളിച്ച് കളയണ്ട, അവിടെ തന്നെ കിടക്കട്ടെ ഗൈസ്. നമുക്ക് അത്യാവശ്യം ആവശ്യമൊക്കെ വരുമ്പോൾ അവിടെ ഇരിക്കട്ടെ അത്. അപ്പോൾ അതിൻ്റെ പൊക്കത്ത് പോയി നമുക്ക് എന്തായാലും ലെതർ ഉണ്ടാകുന്ന നോക്കാം. കാണും ഗൈസ്. എന്തായാലും നമുക്ക് ആ വാർഡൻ്റെ അവിടെ നിന്ന് ഏൻഷ്യൻ സിറ്റി എന്നാണ് തോന്നണം അതിൻ്റെ പേര്. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ലെതർ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓക്കെ 7 ലെതർ ആയിട്ടുണ്ട്. ഓക്കെ 11 ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊന്നും കാണാൻ ചാൻസ് ഇല്ല, വുഡൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് എടുക്കാം, ഓക്ക് വുഡ് എടുക്കാം. നമുക്ക് സ്റ്റിക്ക് എന്തായാലും ക്രാഫ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഷോക്കാണ് കഴിച്ച്. ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ അതൊന്നും എല്ലാവരും ക്ഷമിച്ചേക്കുക. നമ്മളെന്തായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റിമൂവ് ആക്കിയിട്ടുണ്ട്. അത് ഭയങ്കര നമ്മുടെ വോയിസ് ഭയങ്കര ക്ലിയർ ആകണമെന്ന് പറഞ്ഞ് കമൻറ്റ് വന്നപ്പോൾ ഞാൻ അത് മാറ്റിയിട്ടുണ്ട്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വോയിസ്. നമുക്ക് ഇത് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ഐറ്റം ഫ്രെയിം എന്തായാലും ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി സ്റ്റിക്ക് വേണം. ഓക്കെ, അങ്ങനെ നമ്മൾ 13 ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റോറേജ് ഏരിയ കൊണ്ട് ഇത് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. ഒരു 9 minutes ഒക്കെ കാണുമെന്ന് തോന്നുന്നു. ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഷോ കൊണ്ട് നമ്മുടെ ഇൻ ഗെയിമിലെ സൗണ്ട് എന്തായാലും അത് റെക്കോർഡ് ആക്കുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻ ഗെയിമിലെ സൗണ്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. എന്തായാലും അതിൻ്റെ ചെറിയൊരു ശോകമുണ്ട്. നമ്മുടെ മൈൻക്രാഫ്റ്റിലെ സൗണ്ട് എന്തായാലും റെക്കോർഡ് ആകുന്നില്ല. നമുക്കപ്പോൾ ഒരേ ഐറ്റം ഫ്രെയിം ഇങ്ങനെ താഴെ വെച്ച് കൊടുക്കാം ഗൈസ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് നമുക്ക് പിന്നെ തപ്പിയെടുക്കണ്ട. ഇത് നോക്കി അങ്ങോട്ട് സെറ്റാക്കിയാൽ മതി. ആ ചെസ്റ്റിൽ തന്നെ വേണമെങ്കിൽ ഇത് വെക്കാം, പക്ഷെ നമുക്കത് ഷോക്കാണ്. താഴെ ഇത്ര ഏരിയ വെറുതെ പോകും. അപ്പോൾ നമുക്കിത് ഗ്രൗണ്ടിൽ തന്നെ സെറ്റാക്കാം. അപ്പോൾ ഓക്കെ, ഇത് ഫുള്ള് ഇവിടെ ഓക്കെ അവസാനത്തെ ഒരെണ്ണം പിന്നെയും നമുക്ക് ആവശ്യം വരുന്നത് പിന്നെ ഗ്രൈൻഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ വെക്കണമെന്ന്. ഇവിടെ എന്തായാലും ഒരു കോബിൾ സ്റ്റോൺ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയെടുത്താൽ മതിയായിരിക്കും ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത